നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും അടിയൻ്റെ ഹൃദയങ്ങളിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. നീ വാക്കുകളെ തന്ന് ആഴമായ ആശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണമേ. മാറ്റങ്ങൾ ഉണ്ടാക്കണമേ. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന നിൻ്റെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ ഞങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ പഠിക്കാനും ധ്യാനിക്കാനുമായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 3-ാം വാക്യം ഞാൻ വായിക്കുന്നു. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും പ്രവർത്തിക്കരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇതാണ് 3-ാമത്തെ വാക്യം. പൗലോസ് ഇവിടെ തൻ്റെ 3-ാമത്തെ ഉപദേശമാണ് നൽകുന്നത്. 2 കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കി. ഈ 3-ാമത്തേത് താഴ്മയുടെ ഒരു പ്രബോധനമാണ്. എരുത്തിയ എന്ന ഗ്രീക്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ആ വാക്ക് വ്യാഖ്യാതകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. അല്പം പഴയ ഒരു വാക്കാണല്ലോ. പദോൽപത്തി വിഷയമായി പറഞ്ഞാൽ എരുത്തിയോസ് എന്ന് ആണിപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത്. അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ വാക്ക് എരിത്തോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാർത്ഥപരമായ അഭിലാഷം എന്നീ പ്രകാരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് അർത്ഥമാക്കുന്നുണ്ട്. കലഹപ്രിയർ എന്ന് എരിത്തോസിന് ചില വ്യാഖ്യാതാക്കൾ അർത്ഥം നൽകുന്നുണ്ട് താനും. പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. താഴ്മ, നിസ്വാർത്ഥത, മറ്റുള്ളവരോട് കാണിക്കുന്ന പരിഗണന. ഈ 3 കാര്യങ്ങൾ, താഴ്മ, നിസ്വാർത്ഥത, മറ്റുള്ളവരോട് കാണിക്കുന്ന പരിഗണന, ഇതൊക്കെ കലഹപ്രിയത്തിനുള്ള എതിരായിട്ട് പ്രയോഗിക്കുന്ന പ്രതിവിധികളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഭിന്നതയെ പൗലോസ് എപ്പോഴും എതിർക്കുന്നുണ്ട്. അതിനെ വിലക്കുകയാണ് പൗലോസ് തിമോത്തിയോസിന് എഴുതിയ കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 2 തിമോത്തിയോസ് 2:14 ഇത് അനുസ്മരിക്കുക, വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. കാരണം വാക്കുകളെ ചൊല്ലി വെറുതെ തർക്കമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. വെറുതെ വാക്കുകളുടെ കാര്യത്തിൽ വിശ്വാസത്യത്തിലാണെങ്കിൽ നമുക്കത് പഠിപ്പിക്കാം. വാക്കിനെ ചൊല്ലി വെറുതെ വഴക്കുണ്ടാക്കി ആൾക്കാർ തമ്മിൽ സ്നേഹത്തിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. കോരിന്ത്യ സഭയിൽ തർക്കമുണ്ടായപ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 കോരിന്ത്യർ 3:3 നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കങ്ങളും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? എങ്ങനെയാണ് നമ്മൾ ജഡികരാണ് സാധാരണക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ഇടയിൽ അസൂയയുണ്ടോ നോക്കിയാൽ മതി. എന്നിട്ട് തർക്കങ്ങളുണ്ടോ നോക്കിയാൽ മതി. അസൂയയും തർക്കവും ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരും ജഡികരുമാണ്. അങ്ങനെ ജീവിച്ചാൽ പോരല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് അർത്ഥം. സുഭാഷിതങ്ങൾ നമ്മളോട് പറയുന്നു,
3:30 നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. വെറുതെ എന്തിനാണ് കലഹം ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് നമുക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാക്കാതെ ചില ആൾക്കാരോട് അങ്ങോട്ട് വെറുതെ കയറി എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്, കലഹം ഉണ്ടാക്കുന്നത്? അത് ആവശ്യമില്ല. ഈ കലഹവും വഴക്കും ഒക്കെ ആധുനിക ലോകത്തിൻ്റേത് മാത്രമല്ല, പണ്ട് മുതലേ ഇതുണ്ടെന്നുള്ളത് നമുക്കറിയാം. അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടായിരുന്നു. ഉൽപ്പത്തി 21:10 അവൾ എന്ന് പറഞ്ഞാൽ സാറ, അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെട്ടിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. എൻ്റെ കൂടെ ഇവിടുന്ന് താമസിച്ചാൽ അടിമപ്പെട്ടിൻ്റെ മകന് ഒരുപക്ഷെ അവകാശം കൊടുക്കേണ്ടി വരുമോ? മൂത്തവനെന്നുള്ളൊരർത്ഥത്തിൽ ചിലപ്പം കൂടുതലും കൊടുക്കേണ്ടി വരുമോ? ഏതായാലും അവകാശിയാകാൻ പാടില്ല, ഇറക്കി വിടണമെന്നാണ് സാറായുടെ നിർദ്ദേശം. അബ്രാഹാമിന് അങ്ങനെ തന്നെയാണ് ചെയ്തത്. നാം സ്വയം ഉയർത്താൻ പാടില്ല. സുഭാഷിതങ്ങൾ 25:6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പുറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുന്നോട്ട് കയറി വരിക എന്ന് പറയുന്നതല്ലേ, അത് കേൾക്കുന്നതിനല്ലേ സന്തോഷം. അപ്പോൾ അത് നമ്മൾ ആവശ്യമില്ലാതെ കയറി ഒന്നാം സ്ഥാനം അങ്ങ് കരസ്ഥമാക്കി അവിടെ ഇരുന്ന് കളയരുത്. പുറകെ നിന്നാൽ മതി. നമ്മൾ ബഹുമാനിതരാണെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ നമ്മളെ വിളിച്ച് മുന്നിലോട്ട് ഇരുത്തിക്കോളും. അങ്ങനെ ഇരുത്തുവാണെങ്കിൽ നമുക്ക് മറ്റാൾക്കാരുടെ ഇടയിൽ ഒരു ബഹുമാനിത ഉണ്ടാകുകയും ചെയ്യും. ആവശ്യമില്ലാതെ കയറി അങ്ങ് ഇരുന്ന് കളയരുത്. ലൂക്കാസ് 14:11 പറയുന്നു, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. നമുക്ക് ഉയർന്നു വരണോ? നമ്മൾ സ്വയം താഴണം. നമ്മളെ ആത്മപ്രശംസ ചെയ്യരുത്. യാക്കോബ് 3:5 പറയുന്നു, നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്, എങ്കിലും അത് വമ്പ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നല്ലൊരു ഉദാഹരണമാണ് യാക്കോബ് അപ്പോസ്തലൻ തരുന്നത്. ചെറിയൊരു തീപ്പൊരി മതി, വനം മുഴുവൻ എത്ര വലുതാണെങ്കിലും കത്തിച്ച് ചാമ്പലാക്കി കളയും. ചെറിയ അവയവം വായിക്കാതിരിക്കുന്ന നാവ് എന്തൊരു തീയാണ്, എല്ലാം അങ്ങ് നശിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 25:14 പറയുന്നു, കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വമ്പ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. മഴ തരത്തുമില്ല, മേഘവും കാറ്റും തന്നെ. ഇതുപോലെ ഈ വമ്പ് പറയുന്നവൻ ഒന്നും ഫലവത്താക്കി തരത്തുമില്ല. പക്ഷേ പറച്ചിൽ അങ്ങനെ ഞാനാ അതെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കും. നമുക്ക് ചരിത്രത്തിൽ ഒരാളിനെ അറിയാം, ഒരു രാജാവ് നെബൂഖദ്നേസർ. അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവനാണവൻ. നെബൂഖദ്നേസർ രാജാവിനെ രാജ്യം നഷ്ടപ്പെടുന്നത് ദാനിയേൽ പ്രവാചകൻ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാനിയേലിൻ്റെ 4:29-33 വരെ ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് ഇങ്ങനെയാണ് പറയുക, എൻ്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്തിൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്നും വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ ഓടിക്കപ്പെടും. നിന്റെ വാസം വന്യമൃഗങ്ങളോട് കൂടെയായിരിക്കും.
കാളയെപ്പോലെ നീ പുല്ല് തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താനിച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 സംവത്സരങ്ങൾ കടന്നു പോകും എന്ന് സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നു. മാറ്റം ഒന്നും പിന്നില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന വാക്കാണത്. അപ്പോൾ തന്നെ ആ വാക്കുകൾ നെബൂഖദ്നേസറിൽ നിറവേറി. ഇത് ലൗകികമായി ചിന്തിക്കാം അങ്ങനൊരു നിഗളമായിരുന്നെന്ന്. അല്ല, ആത്മീയ തലത്തിലും നിഗളം പാടില്ല. ആത്മീയ തലത്തിലും നിഗളം പാടില്ല. ലൂക്കാ 18:9 മുതൽ 14 വരെ ഒരു ഫരീസയൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന ഒരു ഉപമയിൽ കൂടി യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. മാറത്ത് അടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഫരീസയൻ ദൈവത്തോട് പറയുന്നത്, ഞാൻ അക്രമിയോ നീതിരഹിതനോ വ്യഭിചാരിയോ അല്ല, ഈ ചുങ്കക്കാരനെ പോലെയുമല്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ഉപവസിക്കുന്നു, സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. അവൻ്റെ കാര്യങ്ങളും അങ്ങ് വിസ്തരിച്ച് വലുതാക്കി പറയുക. ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. ലൂക്കാ 18:14 വാക്യം പറയുകയാണ്, ഞാൻ യേശു കർത്താവ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചുങ്കക്കാരൻ ആ ഫരീസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്, മാറ്റമില്ല. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യമാണത്. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഉയരണോ, സ്വയം താഴ്ത്തപ്പെടണം. വെളിപാടിൻ്റെ 3:17 എഴുതിയിരിക്കുന്നു. ലവോദിക്യ സഭയുടെ കാര്യമാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ലവോദിക്യ സഭ സ്വയം പറയുക, ധനവാനാണ് ഞാൻ, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. പലരും ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇതൊരു സഭയുടെ കാര്യമാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് പലരും ഇങ്ങനെ ചിന്തിക്കുന്നത്, എനിക്കെന്തോ കുറവ്, സമ്പത്തുണ്ട് എന്നാ വിചാരം, ഒന്നിനും കുറവില്ലെന്നാ വിചാരം. പക്ഷെ ഓർക്കണം, നികൃഷ്ടനാണ് നീ, ദയനീയനാണ് നീ, ദരിദ്രനാണ്, ആത്മീയമായി ദരിദ്രനാണ്, അന്ധനാണ്, കാഴ്ചയില്ല. ബാഹ്യമായ കണ്ണിൻ്റെ കാര്യം മാത്രമല്ല, ആന്തരികമായ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. യേശുവിനെ രക്ഷകനായിട്ടും കർത്താവായിട്ടും ദൈവമായിട്ടും അറിയുന്നില്ല. അവൻ്റെ ഹൃദയം കഠിനമായി മന്ദീഭവിച്ചിരിക്കുക, അന്ധൻ. അങ്ങനെയാണ് വേദവസ്ത അവരെക്കുറിച്ച് പറയുന്നത്. നഗ്നനാണ് എന്ന് നീ അറിയുന്നില്ല. പരിശോധിച്ച് നോക്കണം ഓരോ വ്യക്തിയും. ഇനി നമുക്ക് 4-ാമത്തെ വാക്യത്തിലോട്ട് കിടക്കാം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. നമുക്ക് ജീവിതത്തിൽ അങ്ങനൊരു മാറ്റം വേണം. എൻ്റെ സ്വന്തം കാര്യം, അത് സ്വാർത്ഥത നമ്മൾ പറയുമല്ലോ, അത് മാത്രം അങ്ങ് നടക്കണം. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹോദരനും അവൻ്റെയും കാര്യങ്ങൾ നടക്കണം. ആ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം. അത് നമ്മുടെ ഒരു കടമയാണ്. അത് നമ്മൾ ചെയ്യണം. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നിട്ടേ
യഹോവയായ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ചെങ്കടൽ പിളർന്ന് അവരെ ഉണങ്ങിയ കരയുന്നത് പോലെ അപ്പുറത്ത് കയറ്റി. അവർക്ക് സന്തോഷമായി, കീർത്തനമൊക്കെ പാടി, മിറിയം തപ്പ് കൂട്ടി പാടി, അതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ മോശ ദൈവസന്നിധിയിലേക്ക് സംസാരിക്കാൻ പോയിരിക്കുക. 40 ദിവസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ പെട്ടെന്ന് അഹ്റോനോട് പറഞ്ഞ് അവരൊരു കാളക്കുട്ടിയെ, 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനു മുമ്പ് നൃത്തം ചെയ്യുന്നു. ഇതാണ് ദേവൻ, ഈ ദേവനാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ചെങ്കടൽ കടത്തി ഇപ്പുറത്ത് കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ നൃത്തം ചെയ്ത് പാട്ട് പാടുകയാണ്, സ്തുതിക്കുക ദേവനെ. അവർ കൈകൊണ്ടുണ്ടാക്കിയ സ്വർണ്ണം അവരുടെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ടുണ്ടാക്കിയ ദേവനെ അവർ ആരാധിക്കുക. ഇത്ര മറവി നികൃഷ്ടമായ ജീവിതം അവർ നയിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ മോശയ്ക്ക് വലിയ സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. പക്ഷേ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അടുക്കൽ ചെന്ന മോശ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. പുറപ്പാട് 32-ന്റെ 31-32 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും അവരുടെ തെറ്റ് ക്ഷമിച്ചു കൊടുക്കണേ. ദൈവത്തിന് അങ്ങനെ അവരുടെ തെറ്റങ്ങ് ക്ഷമിക്കാൻ സാധ്യമില്ലെങ്കിൽ അവർക്ക് പകരം ശിക്ഷ വഹിക്കാൻ ഞാൻ തയ്യാറാണ്. അവരെ അങ്ങ് വിടുവിക്കണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നീ എഴുതിയിട്ടുണ്ട്, അതങ്ങ് മായ്ച്ചു കളഞ്ഞേര്, ശിക്ഷ ഞാൻ വഹിച്ചോളാം. ഇതാണ് മോശയുടെ മനോഭാവം. മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്നും ശിക്ഷ ഞാൻ വഹിച്ചോളാമെന്നും ഇതാ മോശ ചെയ്തത്. കർത്താവായ യേശു ചെയ്തത് എന്താ? നമ്മുടെ എല്ലാം പാപങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് അവൻ വഹിച്ചുകൊണ്ട് നാം ഏൽക്കേണ്ട ശിക്ഷ, നാം ഏൽക്കേണ്ട അടി, വേദനകൾ യേശു കർത്താവ് വഹിച്ചു. പറയുക മാത്രമല്ല, അവനത് ചെയ്തു. കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഇതാണ് സ്നേഹം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് മോശ ഇഷ്ടപ്പെട്ടത്. ഈ പാപത്തിൻ്റെ ഒരു പ്രത്യേകത, അതിന് നൈമിഷിക സുഖങ്ങളുണ്ട്. അതിൽ പങ്കുചേർന്നാൽ ഇവിടെ ഇച്ചിരി നേരം സുഖപ്പെടാം, പക്ഷെ നിത്യമായി നരകത്തിൻ്റെ തീച്ചൂളയിൽ കിടന്ന് വേദനപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരിക്കലും മാറ്റം കിട്ടത്തില്ല. ഇവിടെ ഇരുന്ന് ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ നൈമിഷിക സുഖങ്ങൾ വേണ്ട എന്ന് വെക്കണം നമ്മൾ ഓരോരുത്തരും. മോശ ഇവിടുത്തെ സുഖങ്ങൾ വേണ്ടാന്ന് വെച്ചു, മറ്റതിനെ ലക്ഷ്യം വെച്ച് ജീവിച്ചു. പൗലോസ് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ വേണ്ടി പൗലോസ് തൻ്റെ ജീവന് എന്തെങ്കിലും വിധത്തിൽ വില കൽപ്പിച്ചില്ല. ഈ ലോകത്തിൻ്റെ ഈ ജീവനുണ്ടല്ലോ, ഈ ശരീരത്തിൻ്റെ ജീവൻ, ഞാൻ മനുഷ്യനായി ഇവിടെ 70-80 കൂടി വന്നാൽ 100 വർഷം ജീവിക്കുന്നു. അതിന് വില കൽപ്പിച്ചാൽ ആത്മാവിനെ നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത. പൗലോസ് കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്കിൽ ഞാൻ ഇനി മേലാൽ എൻ്റെ ഈ ജീവന് വില കൽപ്പിക്കുന്നില്ല, ഇത് വിലയുള്ളതായിട്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഷ്ടപ്പാടുകൾ, അടികൾ, കാരാഗ്രഹവാസം, അവസാനം മരിക്കുകയാണ്. രക്തസാക്ഷിയെ മരിച്ചു. ഇന്ന് പത്രോസ് പൗലോസ് അപ്പോസ്തലന്മാരുടെ മരണത്തിൻ്റെ ആ ഓർമ്മ ദിവസമാണ്.
പൗലോസ് വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തപ്പെട്ട് രക്തസാക്ഷിയായി തീർന്നു. എൻ്റെ ജീവന് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞത് അതുകൊണ്ടാണ്. കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുക. ഈ സുവിശേഷം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് കൃപയുടെ സുവിശേഷമെന്നാണ് അറിയുന്നത്. നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. അതിന് വില കൊടുക്കാൻ നമ്മളെയും കൊണ്ടൊക്കത്തില്ല. അത് കൃപയുടെ സുവിശേഷമാണ്. കർത്താവിൻ്റെ കൃപയാണത്. നാം രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അവനിൽ വിശ്വസിക്കുക, അവനെ രക്ഷകനായി സ്വീകരിക്കുക. കൃപയുടെ സുവിശേഷം അതിനു വേണ്ടിയാണ് പൗലോസ് ഓടി നടന്നത്. നമ്മൾ ഓടി നടക്കേണ്ടത് രക്തസാക്ഷിയായി തീർന്നു. ഇന്ന് പത്രോസിൻ്റെയും ആ മരണം നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 20:24 പറയുന്നു, എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൗലോസ് ചെയ്തത്, പൗലോസ് അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് ചെയ്തതാണ് എന്ന് പൗലോസിൻ്റെ മേലിൽ അതിനെ ആ ചുമതല അങ്ങ് വിട്ടുകൊടുത്താൽ മാത്രം പോരാ. ഈ ചുമതല നമുക്കുമുണ്ട്. കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള വാക്ക് നമ്മളെയും ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ പൗലോസിന് സംഭവിച്ചതുപോലെ കർത്താവിന് വേണ്ടി സംഭവിച്ചതെന്നല്ല, കർത്താവിന് വേണ്ടി ജീവൻ അർപ്പിച്ച പൗലോസിനെ പോലെ നമുക്കും ജീവൻ അർപ്പിക്കുവാൻ അനുഗ്രഹമാണ്. സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നാം നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. ഓടുകയാണ്, നടക്കുകയല്ല. അത് നമ്മൾ പൂർത്തിയാക്കണം. മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കുകയും അവരോട് സഹതാപം ഉണ്ടായിരിക്കുകയും വേണം. നമുക്ക് മറ്റുള്ളവരുടെ സഹതാപം ഉണ്ടാകണം. സങ്കീർത്തനം 103:13 പറയുന്നു, പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. നമ്മളോട് കർത്താവിന് അലിവുണ്ടോ? വിഷമിക്കണ്ട. പിതാവിന് മക്കളോടെന്ന പോലെ, പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവ് തൻ്റെ ഭക്തരോട് അലിവുള്ളവനാണ്. പേടിക്കൊന്നും വേണ്ട, ഭയന്ന് മാറി നിൽക്കണ്ട. പിതാവാണ്, നമ്മൾ മക്കളുമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മക്കളാണ്. മക്കളോട് അവൻ കനിവുള്ളവനാണ്. ഹെബ്രായ ലേഖനം 4:15-16 വാക്യങ്ങൾ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാപരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. യേശു കർത്താവ് ഇന്നൊരു സിംഹാസനത്തിലിരിക്കുകയാണ്. അതിന് കൃപാവരത്തിൻ്റെ സിംഹാസനം എന്നാണ് പറയുന്നത്. ഹെബ്രായ ലേഖനം 4:15-16 വാക്യങ്ങളാണ്. ആ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമ്മൾ സമീപിച്ചാൽ മതി. നമുക്ക് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും നമുക്ക് ലഭിക്കണോ? നമ്മൾ സമീപിക്കേണ്ട ആ സിംഹാസനം ഈ കൃപയുടെ സിംഹാസനമാണ്, കൃപാസനം. അവിടെ കർത്താവ് ഇരിക്കുകയാണ്, യേശു കർത്താവ്. അവനെ സമീപിച്ചാൽ മതി. ഒരു കാര്യം കൂടെ ഓർത്തണം, വേറെ ആരെയും അല്ല സമീപിക്കേണ്ടത്. കൃപയുടെ സിംഹാസനത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സമീപിക്കണം. അതുകൂടെ നമ്മൾ ഓർത്തോണം. അവിടെ സമീപിച്ചാൽ മതി. പ്രത്യാശയോടെ സമീപിച്ചോളാനാണ് ദൈവവചനം ഹെബ്രായ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത്. റോമർ 15:1 ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. മറ്റുള്ളവരുടെ പോരായ്മകൾ കാണും, അതുകൊണ്ട് നമുക്ക് ചില സങ്കടങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് സഹിക്കുകയാണ് വേണ്ടത്. നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നിഷ്കളങ്കമായ ഭക്തി?
അതിനെ യാക്കോബ് അപ്പോസ്തലന് നിർവചിച്ച് തന്നിട്ടുണ്ട്. യാക്കോബ് 1:27 പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ വിധവകളുടെ അനാഥരുടെയും ഞെരുക്കങ്ങളിൽ നമ്മൾ അവരെ ഒന്ന് സഹായിക്കണം. എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ല, അവരെ സഹായിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പിന്നൊരു കാര്യം കൂടി ചെയ്യണം. നമ്മളിങ്ങനെ ലോകത്തിലാണ് ജീവിക്കുന്നത്, ലോകത്തിൻ്റെ കളങ്കം നമ്മളിലോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് പിടിക്കാതെ സൂക്ഷിച്ചോണം. ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലൗകികരെ പോലെ അല്ല ജീവിക്കേണ്ടത്. ഇതിൻ്റെ കളങ്കം നമ്മളിലോട്ട് പറ്റരുത്, പക്ഷേ സഹായിക്കുകയും വേണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നിഷ്കളങ്കമായ ആ ഭക്തി എന്ന് പറയുന്നത് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. സങ്കീർത്തനം 35:13-14 മാനുഷികമായ സഹതാപത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു, ശിരസ്സു നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയെ ഓർത്ത് വിലപിക്കുന്നതിനെ പോലെ കരഞ്ഞുകൊണ്ട് തല കുനിച്ച് നടന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ ദൃഷ്ടാന്തം നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത വാക്യം വായിക്കുകയാണ്, 2:5. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു എങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. എന്താണ്? അതിനുമുമ്പ് 5-ാമത്തെ വാചകം കൂടെ നമ്മൾ വായിക്കാം. 5 യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 6-ാം വാക്യം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ക്രിസ്തുവിനെ അനുകരിക്കാനായി പൗലോസ് ഇപ്പം ഫിലിപ്പിയരോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ മനോഭാവം, ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫിലിപ്പിയ സമൂഹത്തിൽ കണ്ടുവരേണ്ട പെരുമാറ്റത്തിൻ്റെ മാതൃക ക്രിസ്തുവിലുള്ള എളിമയും താഴ്ത്തപ്പെടലും ആയിരിക്കണം. അവർക്കുണ്ടെന്നല്ല, അവർക്കുണ്ടായിരിക്കേണ്ടത്. അവർക്ക് മാത്രമല്ല, നമുക്കും ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങളാണ് ഇപ്പം പറയുന്നത്. അത് ക്രിസ്തുവിനെയാണ് മാതൃകയാക്കേണ്ടത്: എളിമയും സ്വയം താഴ്ത്തപ്പെടലും. ഈ വാക്യത്തെ, അതായത് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, 5-ാമത്തെ വാക്യം, ഈ വാക്യത്തെ ഇങ്ങനെയും പരിഭാഷപ്പെടുത്താം: ക്രിസ്തേശുവിലുള്ള നിങ്ങളുടെ അതേ മനോഭാവം തന്നെ മറ്റുള്ളവരോടും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആശയം മറ്റുള്ളവരോട് യോജിച്ചും മനപ്പൊരുത്തമുള്ളവരുമായ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ക്രിസ്തുവും നിങ്ങളോടുമായിട്ടുള്ള സജീവ ഐക്യം പ്രത്യക്ഷമാകത്തക്ക വിധം മുന്നിട്ട് നിൽക്കണം. ഐക്യം മുന്നിട്ട് നിൽക്കണം എന്നാണ് അതിൻ്റെ ആശയം. യേശുവുമായി മാതൃകാപരമായ അനുകരണത്തിനല്ല ഈ വാചകത്തിൽ പ്രാധാന്യം നൽകുന്നത്, പിന്നെയോ പുതിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രധാന തത്വത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അനുകരണം മാത്രമല്ല, നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ള പുതിയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആ മനോഭാവം എങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് അവിടെ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. ഉത്തേജകവും പ്രബോധകവുമായ ഈ സാഹചര്യത്തിൽ
ക്രിസ്തുവിന് പൗലോസ് ഒരു സ്തുതിഗീതം ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു സ്തുതിഗീതം തൊട്ടടുത്ത്, അത് 6-ാമത്തെ വാക്യം ഞാൻ വായിച്ചു. അവിടെ മുതൽ ഒരു ഗീതം എഴുതി ചേർത്തിരിക്കുകയാണ്. ഈ ഗീതം ഒരുപക്ഷെ ഇത് യഹൂദ ക്രിസ്തീയ ആരാധനക്രമത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പൗലോസ് തന്നെ എഴുതിയതാണെന്ന് വരണമെന്നില്ല. പക്ഷേ ആ ഗീതം ഇതിൻ്റെ അകത്ത് ബൈബിളിൽ പൗലോസിൻ്റെ ലേഖനത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിലെ ഒരു വാക്ക്, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി, അതേ കുരിശുമരണം വരെ എന്നുള്ള വാക്ക്, അത് പൗലോസിൻ്റേതായിട്ട് ആ പാട്ടിൽ, ആ ഗീതത്തിൽ ചേർത്തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം അത് പരിഷ്കരിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഗീതം ആദ്യകാല സഭയിലെ വിശ്വാസ പ്രഘോഷണത്തെ സൂചിപ്പിക്കുന്നു. പാട്ടിലെ ക്രിസ്തു ചെയ്ത കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്. വാക്യങ്ങളുടെ താളത്തിനനുസരിച്ചാണ് ഇത് രചിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ സങ്കീർത്തനവും കവിതകളുമായിട്ട് ഇതിന് നല്ല ഒരു സാമ്യമുണ്ട്. 6 വാക്യങ്ങളാണ്. ആദ്യത്തെ 3 വാക്യങ്ങളുടെ കർത്താവ്, സബ്ജക്റ്റ്, ഗ്രാമർ അനുസരിച്ച് സബ്ജക്റ്റ് ക്രിസ്തുവാണ്. അടുത്ത 3 വാക്യങ്ങളുടെ കർത്താവ്, സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്, അത് ദൈവമാണ്. 2-6 ഞാൻ വായിച്ചല്ലോ. ദൈവത്തിൻ്റെ പ്രതിരൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. 6-ാം വാക്യം, യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് അനാദിയിലെ ഉള്ളവൻ എന്ന് കാണിക്കുന്നു. ക്രിസ്മസ് ദിവസം ജനിച്ച ഒരു കുഞ്ഞായിട്ടൊന്നും വിചാരിക്കരുത്. അനാദിയിലെയുള്ള ദൈവമാണ് യേശു ക്രിസ്തു. അതവിടെ സൂചിപ്പിക്കുന്നു. 7-ാം വാക്യം, മനുഷ്യാവതാരത്തിലുള്ള തൻ്റെ ആ താഴ്മയെക്കുറിച്ച് വിവരിക്കുന്നു. ശൂന്യവൽക്കരണമെന്നാണ് നമ്മളതിന് പറയുന്നത്. ദൈവമായിരിക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യനായി തീർന്നു. എന്തൊരു ദൈവം എന്നുള്ള സമാനത ശൂന്യവൽക്കരിച്ചു. അതിന് പറയുന്നത് ശൂന്യവൽക്കരണം. 8-ാം വാക്യം, കുരിശ് മരണത്തിലുള്ള അതുവരെയുള്ളതിൻ്റെ അനുസരണം. 9-ാം വാക്യം, യേശു കർത്താവ് സ്വർഗീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. 10-ാം വാക്യം, യേശു എല്ലാവരുടെയും ആരാധനപാത്രമാണ് എന്നുള്ള സത്യം. ഈ 11-ാം വാക്യം, യേശു കർത്താവാണ് എന്ന എല്ലാ നാവും ഏറ്റുപറയുന്നു കാര്യം വ്യക്തമാക്കുന്നു. യേശു കർത്താവ്. തോമസ് അപ്പോസ്തലൻ വിളിച്ച് പറഞ്ഞല്ലേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. പഴയ നിയമത്തിലെ കൽപ്പന എഴുതിയപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് വന്ന ദൈവമായ കർത്താവ് ഞാനാണ്, യഹോവ പറയുന്നതാണ്. ഇവിടെ നമ്മൾ വിളിച്ചു പറയുന്നു, ഇതാ കർത്താവ് ഇവിടെ നിൽക്കുന്നു, യേശു കർത്താവ്, അവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. 6-ാം വാക്യം പറയുന്നത്, നമ്മൾ 6-ാം വാക്യത്തിലോട്ട് ഒന്നുകൂടെ വിശദീകരിച്ച് കയറുകയാണ്. 6-ാം വാക്യം പറയുന്നത്, യേശു ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു, ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ ആശയത്തിൽ ഈ രൂപം, ബാഹ്യരൂപം എന്ന് പറയുന്നതിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ. ആ അർത്ഥത്തിലല്ല നമ്മളിവിടെ രൂപം എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നതിനെ മോർഫി തിയോ, ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നതിന് മോർഫി തിയോ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവത്തെ കാണുക എന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ ബാഹ്യരൂപം എന്നതിന് തുല്യമായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മഹത്വം, ഗ്ലോറി എന്നാണ്.
ദൈവത്തിൻ്റെ മഹത്വം കണ്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ദേവാലയത്തിൽ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം കണ്ടു എന്നാണ് എൻ്റെ അർത്ഥം. പുറപ്പാട് 16:10 അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി, അപ്പോൾ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം കർത്താവിന് മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവിനെ കർത്താവ് ആയിരിക്കുന്നത് പോലെ കാണുവാൻ മനുഷ്യന് സാധ്യമല്ലാത്തത് കൊണ്ട് മഹത്വമാണ് കാണുന്നത്. പുറപ്പാട് 24:15-16 പറയുന്നു, മോശ മലയിലേക്ക് കയറിപ്പോയി, അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. അവിടെയും കർത്താവിൻ്റെ മഹത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ഈ സ്തുതിഗീതത്തിലെ മോർഫി എന്നതിൻ്റെ അർത്ഥം യേശുവിനെ ആ മഹത്വം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ, ബാഹ്യമായി ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മഹത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെ യേശുവിന് ആ മഹത്വം ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് യഹോവയുടെ ബാഹ്യ മഹത്വം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ വാചകത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, യേശു ദൈവം ആണ്. യേശുവിന് ദൈവത്വം ഉണ്ട് എന്ന് അവിടെ വ്യക്തമാണ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞത്. ഈ സമാനത എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ദൈവത്വത്തെയാണ് ഈ പ്രയോഗം കാണിക്കുന്നത്. യേശുവിൻ്റെ സമാനത, ദൈവത്വം ഉണ്ട് എന്നർത്ഥം. യേശു താൻ യഹോവയുടെ മഹത്വത്തോടുകൂടി മനുഷ്യാവതാരം ചെയ്തില്ല എന്ന് മാത്രം. മനുഷ്യനായ കുഞ്ഞിനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണാൻ സാധ്യമല്ല. അത്രമാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. യേശു യഥാർത്ഥത്തിൽ ദൈവം തന്നെ. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിന് തിരുവചന സാക്ഷ്യമുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 69-70 വാക്യങ്ങൾ, 69-70 വാക്യങ്ങൾ യേശു പറയുകയാണ്, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുവശത്ത് ഇരിക്കും. അവരെല്ലാവരും ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. അത് ഹീബ്രു ഭാഷയുടെ ഒരു പ്രത്യേകതയാണെന്ന്. നിങ്ങൾ പറയുന്നു ഞാനാണെന്ന് പറഞ്ഞാൽ ഞാനാണ്, നിങ്ങളും പറയുന്നല്ലോ എന്നുള്ളതാണ്. യെസ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ചെറിയ വാചകമാണെങ്കിലും വലിയൊരു കാര്യം യേശു കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. യേശു പറഞ്ഞ വാചകമാണ് യോഹന്നാൻ സുവിശേഷം 10:30 ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഞാനും പിതാവ് ഒന്നാ. പിതാവിനെ കാണിച്ചു തരണമെന്ന് നിങ്ങളെങ്ങനെ പറയുന്നത്? എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് യേശു ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്. ഞാനും പിതാവ് ഒന്നാണ്. എഴുതപ്പെട്ടിട്ടുള്ള തിരുവചന സാക്ഷ്യങ്ങൾ 7 എണ്ണം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. 7 തിരുവചന സാക്ഷ്യങ്ങൾ യേശു ദൈവം ആണെന്നുള്ളതിൻ്റെ വാക്യങ്ങൾ. യോഹന്നാൻ സ്നാപകൻ പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ 1:34 ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സ്നാനപ്പെടുത്തിയപ്പോൾ കണ്ട വാചകത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഞാനത് കണ്ടു, പരിശുദ്ധാത്മാവ് വരുന്നതും ദൈവത്തിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേട്ടു, ഇവൻ ദൈവപുത്രനാണ്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. 2 ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ സാക്ഷ്യമാണ്. യോഹന്നാൻ 5:36 പറയുന്നു, ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 3 പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ 5:37 എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുത്തെ സ്വരം നിങ്ങളൊരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല.
പഴയ നിയമത്തിൽ പറയുന്നു 4-ാമത്തെ കാര്യം, യോഹന്നാൻ 5:39, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. പഴയ നിയമ വേദപുസ്തകത്തിൻ്റെ കാര്യമാണ് യേശു പറയുക. എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. പഴയ നിയമ വേദപുസ്തകം എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. 5-ാമത്തെ കാര്യം, യേശു ക്രിസ്തു താൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 8:14, യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്, കാരണം ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നു വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല. അതാ നിങ്ങൾക്കൊരു സംശയം അവിടെ നിൽക്കുവാനുള്ള കാരണം അതാ. പക്ഷേ എനിക്കതറിയാമല്ലോ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം പൂർണ്ണമായിട്ടും സത്യം തന്നെ, ഒരു മാറ്റമില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് ഈ കാര്യം നമ്മളോട് പഠിപ്പിക്കുന്നു. 6-ാമത്തെ കാര്യം, യോഹന്നാൻ 5:15-26 പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. 7-ാമത്തെ കാര്യം, വിശ്വാസികൾ നമ്മളെല്ലാം, യോഹന്നാൻ 15:27, ആരംഭം മുതൽ എന്നോടുകൂടിയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. അവിടെ അപ്പോസ്തലന്മാരോട് പറയുന്നതാണ്, വിശ്വാസികളായ നമുക്കും ആ പങ്കുണ്ട്. ആരംഭം മുതൽ നിങ്ങൾ എന്നോടുകൂടിയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. 7 തിരുവചന സാക്ഷ്യങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വിഷയം അങ്ങനെ കൂടുതൽ പറയുന്നില്ല. യഥാസമയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പറയാം. പിതാവിനോടുള്ള സമത്വത്തെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 14:9 പറയുന്നു, യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്തൊരു ഭാഗ്യമാണ്! എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവിനെ കാണണമെന്നാണ് നമ്മുടെ എല്ലാം ഫിലിപ്പോസിൻ്റെ എല്ലാ ആഗ്രഹവും. എന്നെ കണ്ടാൽ മതി, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കാരണം ഇവിടെ നമ്മൾ കാണുമ്പോൾ ദൈവത്തെ പോലെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ടായി. കാരണം നമ്മുടെ കണ്ണ് ഒരു മാനുഷികമായ ഒരു കണ്ണല്ലേ, ആ കാഴ്ചയെ നമുക്ക് ആദ്യം കിട്ടുന്നുള്ളൂ. ഉൾക്കണ്ണ തുറക്കുമ്പോഴാണ് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ യേശുവിനെ നമ്മൾ ഈ ഭൂമിയിൽ കണ്ടപ്പോൾ, ഒന്ന്, അവൻ വ്യസനപാത്രമായിരുന്നു. യേശയ്യ 53:2-3. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഈ രൂപമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് അവൻ നിന്ദിക്കപ്പെട്ടു. മർക്കോസ് 15:29. അതിലേ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ച് പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. യേശു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് ഉയർപ്പിക്കുമെന്ന്. അത് പറഞ്ഞ് നിന്ദിക്കുകയാണ്. യേശു ആകുന്ന ദേവാലയത്തെക്കുറിച്ച് യേശു പറഞ്ഞതാണ്. ഇപ്പോൾ അവർ തകർത്തിരിക്കുന്നു. 3-ാം ദിവസം ഞായറാഴ്ച അതിരാവിലെ അത് മഹത്വത്തോടു കൂടി എഴുന്നേറ്റ് വരും. അതൊന്നും അവർ മനസ്സിലാക്കിയില്ല. 3, അവൻ അധിക്ഷേപം സഹിച്ചു. ലൂക്ക 22:37. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. നിയമലംഘകരോട് കൂടെയാണ് അവനും പരിഗണിക്കപ്പെട്ടത്.
കള്ളന്മാരെയും കൊള്ളക്കാരെയും ക്രൂശിച്ചതിൻ്റെ മധ്യത്തിൽ യേശുവും ക്രൂശിക്കപ്പെട്ടു. നാലാമത്തെ കാര്യം, അവൻ പരിഹസിക്കപ്പെട്ടു. ലൂക്ക 22:63 പറയുന്നു, യേശുവിന് കാവൽ നിന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. ദൈവത്തെ അടിക്കാൻ ഇവനാരാ? പക്ഷെ അടിച്ചു. അവൻ ദുഷിക്കപ്പെട്ടു. ലൂക്ക 23:39 പറയുന്നു, കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ച് പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ദുഷിച്ച് പറയുക, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അങ്ങനെ എല്ലാ വിധത്തിലും ഒരു വേദന സഹിക്കുന്ന ഒരു രക്ഷകനെയാണ്, ഒരു വ്യക്തിയെയാണ് നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ സമാനത, ദൈവവുമായിട്ടുള്ള സമാനത ഭാഗ്യനേത്രങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്. ആന്തരിക കണ്ണുകൾ തുറക്കണം, ഹൃദയകാഠിന്യം മാറ്റണം, മന്ദബുദ്ധി മാറ്റണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും യേശു അതാരാണ്? പിതാവിനോട് സമത്വമുള്ളവൻ, ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. ഇന്ന് നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പൗലോസ് ഇവിടെ നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. താഴ്മ, നിസ്വാർത്ഥത, മറ്റുള്ളവരോടുള്ള പരിഗണന എന്നിവ കലഹപ്രിയത്തിനുള്ള പ്രതിവിധിയാണ്. നാം സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് മോശ ഇഷ്ടപ്പെട്ടത്. മോശ ഒരു മാതൃകയായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. യേശു ക്രിസ്തു ചെയ്തത് നമുക്ക് വേണ്ടി പകരം നിന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. സമയത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് നമുക്കിവിടെ നിർത്താം. യേശുക്രിസ്തുവിൻ്റെ ഉള്ള സ്തുതിഗീതം 6 വാക്യങ്ങളാണ്. നമ്മളൊരു വാക്യമേ എന്ന് തൊട്ടുള്ളൂ. ബാക്കിയുടെ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത അധ്യായത്തിൽ നമുക്ക് അത് പഠിക്കാം. ഇനിയുമുള്ളത് 169-ാമത്തെ എപ്പിസോഡാണ്. ആ എപ്പിസോഡിൽ നമുക്ക് ഫിലിപ്പിയ 2:7 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മാറ്റങ്ങളെ വരുത്തി നവീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേറാൻ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കൃപാവരത്തിൻ്റെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിനെ, നമുക്ക് കരുണയും കൃപാവരവും ആവശ്യമുള്ളപ്പോൾ അവനെ നമുക്ക് സമീപിക്കാം. മറ്റാരെയും സമീപിക്കേണ്ട കാര്യമില്ല. അവൻ കൃപയുടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവിടെ നമുക്ക് സമീപിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.